ആക്രമിച്ചതിനു ശേഷം സുഖമായി വീട്ടിൽ കിടന്നുറങ്ങാമെന്നാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ കരുതിയത്. എന്നാൽ കളി കുറേശ്ശെയായി ഇന്ന് പാളിയിട്ടുണ്ട്. പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയുടെ സ്ഥാപകരിൽ ഒരാളായ അമീർ ഹംസയ്ക്ക് വെടിയേറ്റ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതെ, അമീറിനെ വെടിവെച്ചിട്ട് ആ അജ്ഞാതൻ വേറെ ആരുമല്ല, ഇന്ത്യൻ ചാര സംഘടനയായ റോയുടെ ചുണക്കുട്ടികൾ തന്നെയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത. ഇന്ത്യ തൊട്ടാൽ ചുമ്മാ നോക്കി നിൽക്കാൻ ഒരു ഇന്ത്യക്കാരനും കഴിയില്ല. ഭീകരവാദികളുടെ ഒരു തരത്തിലുള്ള അതിക്രമങ്ങളും ഇന്ത്യ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പാകിസ്ഥാനിലെ ഭീകരർ കുറച്ചു കാലമായി അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കാറുണ്ട്. ആരാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് പിറകിലെന്ന് പാകിസ്ഥാൻ ഇതുവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. മുൻപും നിരവധി ഭീകരർ ഇത്തരത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മറ്റൊരു ഭീകരൻ കൂടി ദുരൂഹമായ സാഹചര്യത്തിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയുടെ സ്ഥാപകരിൽ ഒരാളായ അമീർ ഹംസയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലാഹോറിലെ വീട്ടിൽ വെച്ച് എന്തോ അപകടം സംഭവിച്ചെന്നും ഗുരുതരമായി പരിക്കേറ്റ അമീർ ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതേസമയം എങ്ങനെയാണ് അമീർ ഹംസയ്ക്ക് അപകടം സംഭവിച്ചതെന്നും പരിക്കേറ്റതെന്നും ഇതുവരെ വ്യക്തമല്ല. വീട്ടിൽ വെച്ച് വെടിയേറ്റാണ് ഇയാൾക്ക് പരിക്കേറ്റതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങളുണ്ടെങ്കിലും പാകിസ്ഥാൻ ഇതുവരെയും അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. മാത്രമല്ല, ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമീർ ഹംസയുടെ ചില ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും വെടിയേറ്റതാണെന്ന അഭ്യൂഹം ചില അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. സത്യം പറഞ്ഞാൽ ഭീകരവാദത്തെ നല്ല രീതിയിൽ നേരിടുന്ന രണ്ട് രാഷ്ട്രങ്ങൾ ഇന്ത്യയും ഇസ്രയേലും മാത്രമാണ്.